നമസ്കാരം, രമ്യാസ് മാത്സ് കോർണറിലേക്ക് ഏവർക്കും സ്വാഗതം. മണി മാത്സുമായി റിലേറ്റ് ചെയ്തിട്ട് നമ്മുടെ ആദ്യത്തെ എക്സസൈസ് ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം നമുക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സന്ദീപ് ഡെപ്പോസിറ്റഡ് 25,000 rupees in a bank which pays 8% interest compounded annually. How much would he get after 2 years? അപ്പോൾ സന്ദീപ് 25,000 rupees 8% കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണക്കാക്കുന്ന ഒരു ബാങ്കിൽ 8% കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആനുവലി 8% ഇൻട്രസ്റ്റ് കണക്കാക്കുന്ന ബാങ്കിനകത്ത് 25,000 rupees ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. ഹൗ മച്ച് വുഡ് ഹി ഗെറ്റ് ആഫ്റ്റർ 2 years? 2 വർഷത്തിന് ശേഷം എത്ര എമൗണ്ട് ആയിരിക്കും ആൾക്ക് കിട്ടുക എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നോക്കാലോ. ഇവിടെ നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് 25,000 ആണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 8% ആണ്. കണ്ടുപിടിക്കേണ്ടത് 2 വർഷത്തെ കാര്യം അല്ലേ. അപ്പൊ നമ്മൾ ആദ്യത്തെ വർഷം എഴുതാൻ പോവാണ്. പ്രിൻസിപ്പൽ എമൗണ്ടിന് നമുക്ക് P1 എന്ന് കൊടുക്കാം, ദാറ്റ് ഈസ് 25,000 rupees. ദെൻ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 8% ആണ്. അപ്പോൾ ആദ്യത്തെ വർഷം കിട്ടുന്ന ഇൻട്രസ്റ്റ് എത്രയാണ്? 25,000 into 8%, 8/100. നമ്പർ ഓഫ് ഇയേഴ്സ് 1 അല്ലേ, 1 വർഷമല്ലേ, അപ്പോൾ 1 ഇടണ്ട. 25,000 into 8%. 2 സീറോസ് ക്യാൻസൽ ചെയ്യുക. നമ്മൾ മുകളിലത്തെ സീറോയും താഴത്തെ സീറോയും ആയിട്ടാണ് ക്യാൻസൽ ചെയ്യുന്നത്. അപ്പോൾ 2 സീറോസ് വീതം ക്യാൻസൽ ചെയ്തു. ഇനി വേണ്ടത് 250 into 8 ആണ് നമുക്ക് വേണ്ടത്, വിച്ച് ഈസ് ഈക്വൽ ടു 2,000 rupees. 2,000 രൂപയാണ് ആദ്യത്തെ വർഷത്തെ ഇൻട്രസ്റ്റ്. അപ്പോൾ ആദ്യത്തെ വർഷത്തെ എമൗണ്ട് നമുക്ക് ചെയ്യാമല്ലോ. എമൗണ്ട് ഈസ് ഈക്വൽ ടു പ്രിൻസിപ്പൽ ഇൻ പ്ലസ് ഇൻട്രസ്റ്റ് ആണ്. ദാറ്റ് ഈസ് 25,000 രൂപയും നമ്മുടെ 2,000 രൂപ ഇൻട്രസ്റ്റും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ 27,000 രൂപയാണ് ആദ്യത്തെ വർഷത്തെ എമൗണ്ട് ആയിട്ട് കിട്ടുക. ഇനി നമുക്ക് രണ്ടാമത്തെ വർഷത്തിലേക്ക് പോകാമല്ലോ. സെക്കൻഡ് ഇയർ ആകുമ്പോൾ ഈ എമൗണ്ട് എന്തായിട്ട് മാറും? നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് ആയിട്ട് മാറും അല്ലെ, നമ്മുടെ മുതലായിട്ട് മാറും അത്. ദാറ്റ് ഈസ് 27,000 rupees. വീണ്ടും നമുക്ക് ഇൻട്രസ്റ്റ് കണക്കാക്കേണ്ടേ. I2 എന്ന് പറയുന്നത് 27,000-ന് 8% ഇൻട്രസ്റ്റ്. സീറോസ് 2 സീറോസ് ക്യാൻസൽ ചെയ്യാം. ബാക്കി വരുന്നത് 270 into 8, which is equal to 1621 അല്ലേ. അപ്പോൾ 2,160. ഇനി നമുക്ക് എമൗണ്ട് കണ്ടുപിടിക്കാം രണ്ടാമത്തെ വർഷത്തെ. ദാറ്റ് ഈസ് 27,000 plus 2,160, which is equal to 29,160. 29,160 രൂപയാണ് 2 വർഷം കഴിയുമ്പോൾ നമ്മുടെ സന്ദീപിന് ബാങ്കിൽ നിന്നും കിട്ടുന്ന എമൗണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്തത് ആദ്യത്തെ വർഷം P1ഉം I1ഉം ആയിട്ട് എടുത്തു. ആ വർഷത്തെ എമൗണ്ട് A1 കണ്ടുപിടിച്ചു. ആ A1ന് നമ്മൾ രണ്ടാമത്തെ വർഷത്തെ P ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ രണ്ടാമത്തെ വർഷം എന്ന് കാണിക്കാൻ നമ്മൾ 2ഉം കൂടെ ചേർത്ത് P2 ആക്കി. ആ രണ്ടാമത്തെ വർഷത്തിന്റെ ഇൻട്രസ്റ്റ് I2 കണ്ടുപിടിച്ചു. രണ്ടാമത്തെ വർഷത്തിലെ എമൗണ്ട് തുക എന്ന് പറഞ്ഞ് നമ്മൾ A2 കണ്ടുപിടിച്ചു. 29,160 rupees ആണ് കിട്ടുന്നത്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ എഴുതിക്കൊള്ളുക. സന്ദീപിന് കിട്ടുന്ന എമൗണ്ട് 29,160 rupees ആണെന്ന്. ഈസി ആണല്ലോ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, തോമസ് took out a loan of 15,000 rupees from a bank which charges 12% interest compounded annually. After 2 years, he paid back 10,000 rupees to settle the loan. 10,000 rupees. To settle the loan, how much should he pay at the end of the 3 years? അതായത് തോമസ് 15,000 rupees ഒരു ബാങ്കിൽ നിന്ന് ലോൺ ആയിട്ട് എടുക്കുകയാണ്. ഓക്കെ,
അപ്പോൾ ആ ബാങ്കിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 12% ആണ്, 12% കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. ദെൻ ആഫ്റ്റർ 2 years he paid back 10,000 rupees. 2 വർഷം കഴിഞ്ഞപ്പോൾ 10,000 രൂപ കൊണ്ട് ബാങ്കിൽ തിരിച്ചടച്ചു. ദെൻ ടു സെറ്റിൽ ദ ലോൺ how much should he pay at the end of the 3 years? അതായത് നമ്മുടെ തോമസ് 15,000 രൂപ ഒരു ബാങ്കിൽ നിന്നും 12% കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണക്കാക്കുന്ന ഒരു ബാങ്കിൽ നിന്ന് ലോൺ ആയിട്ട് എടുക്കുവാണ്. അപ്പോൾ 2 വർഷം കഴിഞ്ഞപ്പോൾ തോമസിന്റെ കയ്യിൽ കുറച്ച് എമൗണ്ട് കിട്ടി. അപ്പോൾ തോമസ് എന്ത് ചെയ്തു? 10,000 rupees ആണ് കിട്ടിയത്. അത് നേരെ 2 വർഷം കഴിഞ്ഞപ്പോൾ കൊണ്ടുവന്ന് ബാങ്കിൽ അടച്ചു. അപ്പോൾ എമൗണ്ട് കുറഞ്ഞു കിട്ടിയില്ലേ? അപ്പോൾ എന്താണ്, ഇനി ബാക്കി എമൗണ്ട് ഉണ്ട് അല്ലേ? അപ്പോൾ ഫുൾ എമൗണ്ടും അടയ്ക്കുന്നില്ല, 10,000 rupees അടച്ചു. അപ്പോൾ ബാക്കി ഇനി കുറച്ച് എമൗണ്ട് ഉണ്ട്, അത് അടയ്ക്കാനായിട്ട് വേറെ എമൗണ്ട് കയ്യിലില്ലാത്തതുകൊണ്ട് അത് അവിടെ നിർത്തിയിരുന്നു. 1 വർഷം കൂടി കഴിഞ്ഞിട്ടാണ് തോമസ് എന്താണ് നമ്മുടെ ലോൺ ക്ലോസ് ചെയ്യാൻ വേണ്ടി, ലോൺ കംപ്ലീറ്റ് ആയിട്ട് അടച്ചു തീർക്കാൻ വേണ്ടിയിട്ട് പിന്നെയും ബാങ്കിലോട്ട് വരികയാണ്. അങ്ങനെയാണ് എങ്കിൽ ആ 3ാമത്തെ വർഷം ആ ലോൺ ക്ലോസ് ചെയ്യാൻ ഇനി എത്ര രൂപയായിരിക്കും നമ്മുടെ തോമസിന് വേണ്ടത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ 2ാമത്തെ വർഷം നമ്മൾ 10,000 rupees അടച്ചു കഴിയുമ്പോൾ പിന്നെ കുറച്ച് എമൗണ്ടേ ഉണ്ടാവുള്ളൂ അല്ലേ? അപ്പൊ 3ാമത്തെ വർഷം ഈ കുറച്ച് കിട്ടിയ എമൗണ്ടിനായിരിക്കും നമ്മുടെ ബാങ്കുകാർ ഇൻട്രസ്റ്റ് കണക്കാക്കുന്നത്. അപ്പോൾ ഓരോ വർഷവും വളരെ എന്താണ് ശ്രദ്ധിച്ച് നമ്മൾ ചെയ്യണം. ആദ്യത്തെ 2 വർഷം നമുക്ക് ഒരു കുഴപ്പവും ഇല്ല, നമ്മൾ നേരത്തെ ചെയ്ത സ്റ്റെപ്പ് പോലെ ചെയ്യാം. 2 വർഷത്തിന് ശേഷം എമൗണ്ടിൽ കുറച്ച് വ്യത്യാസം സംഭവിക്കും. നമുക്ക് നോക്കാമല്ലോ. അപ്പോൾ ആദ്യത്തെ വർഷം നമ്മൾ എടുക്കുകയാണ്. ഫസ്റ്റ് ഇയർ ആയപ്പോൾ P1 എത്ര രൂപയാണ് ലോൺ ആയിട്ട് എടുക്കുന്നത്? അപ്പോൾ നമ്മൾ ലോണായിട്ട് എടുത്താലും നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്താലും ഒക്കെ നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത് ഒരേ രീതിയിൽ തന്നെയാണ്. അപ്പോൾ 15,000 rupees നമ്മൾ ലോണായിട്ട് എടുത്തു. എത്രയാണ് ബാങ്കിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്? 12% ആണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ റേറ്റ്. അപ്പൊ നമുക്ക് നോക്കാം ആദ്യത്തെ വർഷം എത്രയായിരിക്കും ഇൻട്രസ്റ്റ്, പലിശ എന്ന് നോക്കാം. 15,000 rupeesനെ 12% കണ്ടുപിടിക്കുക. 2 0 വീതം ക്യാൻസൽ ചെയ്ത് പോവും. ഇനി നമ്മൾ ചെയ്യേണ്ടത് 150യും 12ഉം കൂടിയിട്ട് മൾട്ടിപ്ലൈ ചെയ്തെടുക്കുക അല്ലെ? അപ്പൊ 150 × 12 ചെയ്യുമ്പോൾ 1,800 എന്നാണ് കിട്ടുന്നത്. അതായത് 1,800 രൂപയാണ് ആ വർഷത്തെ പലിശ മാത്രമായിട്ട് വരുന്നത്. അപ്പൊ നമുക്കിനി എന്ത് ചെയ്യാം? എമൗണ്ട് എത്രയാണെന്ന് നോക്കാം. ആദ്യത്തെ വർഷമായപ്പോൾ എമൗണ്ട് നമ്മുടെ 15,000 rupees 1,800 rupees നമ്മുടെ എമൗണ്ടിന്റെ ഇൻട്രസ്റ്റ് പലിശയും കൂടെ ചേർത്തിട്ട് നമുക്ക് 16,800 rupees ആണ് ഫസ്റ്റ് ആദ്യത്തെ വർഷത്തെ എമൗണ്ട് ആയിട്ട് അവസാനം കിട്ടിയത്. അപ്പോൾ തോമസ് ഏട്ടൻ വന്നോ ലോൺ അടയ്ക്കാൻ? വന്നില്ല. അപ്പോൾ 2ാമത്തെ വർഷം ഇതായിരിക്കും നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് ആയിട്ട് മാറുന്നത് അല്ലെ? ബാങ്കിലപ്പോ നമ്മുടെ എമൗണ്ട് എത്രയാണ്? P2 എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലോൺ എമൗണ്ട് 16,800 rupees ആണെന്ന് കരുതും. അപ്പോൾ അന്നേരം എന്ത് ചെയ്യുന്നുണ്ട്? ഇൻട്രസ്റ്റ് കണക്കാക്കുന്നുണ്ട്. 16,800 rupeesന് 12% വെച്ചിട്ട് അന്നേരം ഇൻട്രസ്റ്റ് കണക്കാക്കും. 2 0 ഉണ്ട്, കട്ട് ചെയ്ത് കളയാം. ഇനി ചെയ്യാനുള്ളത് 168ഉം 12ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. 168ഉം 12ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 2016 ആണ്, 2016 രൂപയാണ്. അപ്പൊ അതാണ് നമ്മുടെ 2ാമത്തെ വർഷത്തെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം 2ാമത്തെ വർഷം എത്ര രൂപ തിരിച്ചടയ്ക്കണം, ആ എമൗണ്ട് നോക്കാം. അപ്പോ 16,800 രൂപ നമുക്ക് അടയ്ക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അടയ്ക്കാത്തത് കൊണ്ട് ഇൻട്രസ്റ്റ് പലിശ എത്രയാണ്? 2016 രൂപ അല്ലേ? അപ്പൊ 2016 രൂപ ഇൻട്രസ്റ്റും കൂടെ ചേർത്തിട്ട് നമുക്കിപ്പോ എത്ര രൂപയായി? 18,816 രൂപ ഇപ്പൊ നമ്മൾ ബാങ്കിൽ അടയ്ക്കണം. അപ്പോഴാണ് ദേ വരുന്നു നമ്മുടെ തോമസ് ഏട്ടൻ വരുന്നുണ്ട് അല്ലേ? അപ്പൊ തോമസ് ഏട്ടൻ എന്ത് ചെയ്യുന്നുണ്ട്? കുറച്ച് പൈസയും കണ്ടിട്ട് വരുന്നുണ്ട്. അപ്പൊ തോമസ് ഏട്ടൻ വന്ന് 18,816 എത്ര രൂപ അടയ്ക്കുന്നുണ്ട്? 10,000 രൂപ തിരിച്ചടയ്ക്കുന്നുണ്ട് അല്ലേ? അപ്പൊ നമുക്കിവിടെ എമൗണ്ട് പെയ്ഡ് ബാക്ക് അല്ലെങ്കിൽ തിരിച്ചടച്ച തുക, എമൗണ്ട് പെയ്ഡ് ബാക്ക്. അപ്പൊ തിരിച്ചടച്ച തുക എത്ര രൂപയാണ്? 10,000 rupees തിരിച്ചടയ്ക്കുന്നുണ്ട്, എമൗണ്ട് പെയ്ഡ് ബാക്ക്. ഇനി ഇപ്പം അടച്ചു കഴിഞ്ഞല്ലോ, അപ്പൊ എമൗണ്ട് കുറയുമല്ലോ. എത്ര രൂപ? 18,816 rupees കൊടുക്കാനുള്ളിടത്ത് പാവം 10,000 രൂപ കൊടുത്തു.
അപ്പൊ ഇനി ബാലൻസ് എമൗണ്ട് എത്ര രൂപയുണ്ടെന്ന് നോക്കിക്കേ. ബാങ്കില് ബാലൻസ് നമ്മൾ ഇനി അടയ്ക്കാൻ 18,860 നിന്ന് 10,000 rupees മൈനസ് ചെയ്യുക. ബാക്കി എത്ര വരും? 8,816 rupees ഇനി ബാങ്കിൽ നമ്മൾ അടയ്ക്കാനുണ്ട്. തോമസ് ചേട്ടൻ തിരിച്ചു പോയി. അപ്പൊ ബാങ്കുകാർ എന്ത് ചെയ്തു? മൂന്നാമത്തെ വർഷമായപ്പോ നമ്മുടെ എമൗണ്ട് ആയിട്ട് ഏതിനെ എടുത്തു? ഇനി അടയ്ക്കാനുള്ള 8,816 rupees എടുത്തു. അവര് പഴയപടി എന്ത് കണ്ടുപിടിച്ചു? ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ചു. 8816 into 12%. ഇവിടെ ക്യാൻസൽ ചെയ്ത് കട്ട് ചെയ്ത് കളയാനൊന്നും ഒന്നുമില്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് 8,816 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? 105792 ആണ്. അതിന്റെ ഡിനോമിനേറ്ററിൽ ആരുണ്ട്? ഡിവൈഡഡ് ബൈ 100 ഉണ്ട്. അപ്പൊ ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യനിൽ ക്യാൻസൽ ചെയ്ത് ചെറുതാക്കാനൊന്നും നിൽക്കേണ്ട. ഡയറക്റ്റ് ഇത് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതാണ് എളുപ്പം. അപ്പൊ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നമ്മൾ ഡിവിഷൻ ഒന്നും ചെയ്യാൻ പോകണ്ടല്ലോ. എന്ത് ചെയ്താൽ മതി? 2 zeros ആണുള്ളത്. അപ്പൊ ഇവിടുന്ന് 2 പ്ലേസ് മാറ്റിയിട്ട് നമ്മൾ എന്ത് കൊടുക്കുക? പോയിന്റ് കൊടുക്കുക. സീറോസിന്റെ എണ്ണം നോക്കിയിട്ട് നമ്മൾ അതിനനുസരിച്ചിട്ട് പോയിന്റ് കൊടുക്കുക. അപ്പോ 1057 രൂപ 92 പൈസയാണ് നമുക്ക് മൂന്നാമത്തെ വർഷം ഇൻട്രസ്റ്റ് ആയിട്ട് പലിശയായിട്ട് കിട്ടുന്നത്, പലിശയായിട്ട് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പൊ നമുക്ക് എത്ര രൂപ തിരിച്ചടയ്ക്കണമെന്ന് നോക്കാം. മൂന്നാമത്തെ വർഷത്തിന്റെ അവസാനം നമ്മൾ എത്ര രൂപ തിരിച്ചടയ്ക്കണം? 8,816 രൂപ അടയ്ക്കാനുണ്ടായിരുന്നു. അടയ്ക്കാത്തത് കൊണ്ട് ആ വർഷം 1057 രൂപ 92 പൈസയും കൂടെ ചേർത്തിട്ട് നമുക്ക് എത്ര രൂപയായി? ഇവിടെ പോയിന്റിന് ശേഷം ആരും ഇല്ലാത്തത് കൊണ്ട് വേണമെങ്കിൽ 0 ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് 92 വന്നുണ്ട്. 789, that is 9873.92, 9873.92. ഇപ്പോൾ അത്രയും റുപ്പീസ് ആണ് നമുക്ക് ബാങ്കിലേക്ക് നമ്മുടെ തോമസ് ചേട്ടൻ മൂന്നാമത്തെ വർഷം അവസാനം ആകുമ്പോൾ ഇനി തിരിച്ചടയ്ക്കാനുള്ള തുക. അപ്പോൾ ഇത്രയും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ആ ലോൺ കംപ്ലീറ്റ് അങ്ങ് തീരും. ഓക്കെ, അപ്പോൾ ഹൗ മച്ച് ഷുഡ് ഹി പേ അറ്റ് ദ എൻഡ് ഓഫ് 3 years? മൂന്നാമത്തെ വർഷം അവസാനം എത്ര രൂപ അടച്ചാൽ മതി? ഇനി 9,873 rupees and 92 പൈസ. നമുക്ക് വേണമെങ്കിൽ റൗണ്ട് ചെയ്യാം. എത്ര രൂപയാക്കാം? 9874 ആക്കി വേണമെങ്കിൽ 92 പൈസയൊക്കെ എടുക്കാനില്ലല്ലോ, പാവം 1 രൂപയായിട്ട് നമുക്ക് ബാങ്കിൽ കൊടുത്തേക്കാം. അപ്പോൾ 9,874 rupees മാത്രം ഇനി എന്ത് ചെയ്താൽ മതി? തോമസ് ചേട്ടൻ ബാങ്കിലേക്ക് അടച്ചാൽ മതി. ക്ലിയർ ആണല്ലോ ക്വസ്റ്റ്യൻ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. The simple interest at 5% got for a certain amount after 2 years is 200 rupees. If interest is compounded annually, what would be the interest for the same amount at the same rate after 2 years? അതായത് the simple interest at 5% got for a certain amount after 2 years is 200. അപ്പൊ എന്തായി തന്നിരിക്കുന്ന 200? നമ്മുടെ എമൗണ്ട് ആണോ? നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് ആണോ? അല്ല. തന്നിരിക്കുന്ന എന്താണ്? ദ സിമ്പിൾ ഇൻട്രസ്റ്റ്. അവർ ആദ്യമേ പറയുന്നുണ്ട് ദ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് ആണ് പറയുന്നത് അത് സിമ്പിൾ ഇൻട്രസ്റ്റ് ഈസ് 200 rupees. എങ്ങനെ കണക്കാക്കിയത്? 5% എന്ന് മാത്രം തന്നാലും മനസ്സിലാക്കിക്കോളുക 5% ആണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന്. ഓക്കെ, അപ്പോൾ 5% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റില് ഏതോ ഒരു എമൗണ്ടിന്, ഏതോ ഒരു നമ്പറിന് അല്ലെ ഏതോ ഒരു സംഖ്യക്ക് എന്ത് കണക്കാക്കിയിട്ടുണ്ട്? തുകയ്ക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് സിമ്പിൾ ഇൻട്രസ്റ്റ് കണക്കാക്കി. എത്ര വർഷത്തേക്ക്? 2 വർഷത്തേക്ക്. ആ കിട്ടിയ ഇൻട്രസ്റ്റ് മാത്രം, പലിശ മാത്രമാണ് നമ്മുടെ ഈ 200 രൂപ. നമ്മൾ എത്ര രൂപയ്ക്കാണെന്ന് അറിയില്ല. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ഇൻട്രസ്റ്റ് ഇപ്പോൾ ആദ്യം ചെയ്തിരിക്കുന്ന സിമ്പിൾ ഇൻട്രസ്റ്റ് അല്ലേ, അപ്പോൾ ആ എമൗണ്ടിന്, സെയിം എമൗണ്ടിന് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മെത്തേഡിൽ കൂടിയാണ് നമ്മൾ ഇൻട്രസ്റ്റ് കണക്കാക്കിയിരുന്നെങ്കിൽ ഇതേ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അതായത് ഇതേ 5%-ല് 2 വർഷം കഴിയുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് മാത്രമായിട്ട് എത്ര രൂപ കിട്ടുമെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് എത്ര രൂപയ്ക്കാണ് കണ്ടുപിടിക്കേണ്ടതെന്നുള്ള നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് അറിയില്ല. പക്ഷെ അത് ചെയ്യാനാണ് ആദ്യത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുന്നത്. എന്താണ്? ഏതോ ഒരു എമൗണ്ടിന് 5% ഇൻട്രസ്റ്റില് 2 വർഷത്തേക്ക് 200 രൂപ കിട്ടി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എത്ര രൂപയ്ക്കാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഇക്വേഷനിലോട്ട് പോവാം. നമ്മുടെ സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? NPR/100
അല്ലെ? ഇതിനകത്ത് നമുക്ക് അറിയാൻ പാടില്ലാത്ത ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ പി. അപ്പൊ പി അവിടെ നിൽക്കട്ടെ, ബാക്കി എല്ലാത്തിനെയും നമുക്ക് ഒരുമിച്ചാക്കാം. പി അവിടെ നിർത്തിയിട്ട് ഐ അവിടെ ഉണ്ട്, ഐയുടെ അടുക്കലേക്ക് നമ്മൾ 100നെ കൊണ്ടുപോവുക. ദാറ്റ് ഈസ് ഐ ഇൻറ്റു 100. ദെൻ ഇനി പിയുടെ കൂട്ടത്തിൽ കൂടെ നിൽക്കുന്നത് എന്നും ആറും ആണ്. എന്നും ആറും പിയോട് കൂടി മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു. അതിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്യുക. ബാക്കി ഇനി ഇവിടെ ആര് മാത്രമേ ഉള്ളൂ? പി മാത്രമേ ഉള്ളൂ. അതായത് പി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പി ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു ആർ ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പൊ ഇതിനകത്ത് നമുക്ക് അറിയാവുന്ന എല്ലാ വാല്യൂസും കൊടുക്കാം. ഐ എന്ന് പറയുന്ന ഇൻട്രസ്റ്റ് 200 ആണ്. 200 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 2 വർഷത്തേക്ക് 5% ഇൻട്രസ്റ്റ്. ഇനി ഒന്ന് ക്യാൻസൽ ചെയ്തെടുത്താൽ മതി. 5 ഇൻറ്റു 2 10. ഇവിടെ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് 10 കിട്ടും. ദാറ്റ് ഈസ് 2000 റുപ്പീസ് ആണ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന പ്രിൻസിപ്പൽ എമൗണ്ട്. അപ്പൊ നമ്മുടെ ചോദ്യം, ഈ 2000 രൂപയ്ക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വെച്ചിട്ടാണ് ഇൻട്രസ്റ്റ് കണക്കാക്കിയിരുന്നെങ്കിൽ എത്ര രൂപയാണ് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടുക എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് നോക്കാമല്ലോ. അപ്പൊ നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത് ആദ്യത്തെ വർഷം നമ്മുടെ കയ്യിൽ 2000 രൂപയുണ്ട്. അപ്പോൾ ആദ്യത്തെ വർഷത്തെ ഇൻട്രസ്റ്റ് എത്രയാണ്? 2000 രൂപയ്ക്ക് നമ്മുടെ റേറ്റ് മാറ്റണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്, 5% തന്നെയാണ്. അപ്പൊ ഇവിടെ ബാക്കി എന്ത് വരും? 20 ഇൻറ്റു 5 ദാറ്റ് ഈസ് 100 രൂപ ആദ്യത്തെ വർഷം നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടും. ദെൻ തീർന്നില്ലല്ലോ. ആദ്യത്തെ വർഷത്തെ എമൗണ്ട് എന്ന് പറയുന്നത് 2000 രൂപയും ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടിയ 100 രൂപയും കൂടെ ചേർത്ത് 2100 രൂപ. ദെൻ ഇനി നമുക്ക് എന്തിലോട്ട് പോവാം? രണ്ടാമത്തെ വർഷത്തിലേക്ക് പോവാം. രണ്ടാമത്തെ വർഷമാകുമ്പോൾ രണ്ടാമത്തെ വർഷത്തെ P2 ആയിട്ട് നമുക്ക് ഈ 2100 രൂപയെ മാറ്റാം. ആ വർഷത്തെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 2100 ഇൻറ്റു 5%, ദാറ്റ് ഈസ് 5/100. നേരത്തെ പോലെ ക്യാൻസൽ ചെയ്യുക. ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് 21 ഇൻറ്റു 5 എന്ന് കിട്ടും. 21 ഇൻറ്റു 5 എത്രയാണ്? 105 രൂപ. 105 റുപ്പീസ് ആണ്. അപ്പോൾ ഇവിടെ വെച്ച് നമുക്ക് വേണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം. കാരണം നമ്മുടെ ക്വസ്റ്റ്യൻ എത്ര രൂപയാണ് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടുക എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ആദ്യത്തെ വർഷം ഇൻട്രസ്റ്റ് ആയിട്ട് എത്ര രൂപ കിട്ടും? 100 രൂപ. രണ്ടാമത്തെ വർഷം ഇൻട്രസ്റ്റ് ആയിട്ട് എത്ര രൂപ കിട്ടും? 105 രൂപ. അപ്പോൾ ടോട്ടൽ 2 വർഷത്തെയും കൂടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 100ഉം 105ഉം കൂടെ കൂട്ടിയെടുത്ത 205 രൂപയായിരിക്കും നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മെത്തേഡിൽ കൂടിയിട്ട് നമ്മൾ ഇൻട്രസ്റ്റ് പലിശ കണക്കാക്കിയാൽ നമുക്ക് ലഭിക്കുന്നത്. ഇവിടെ നമുക്ക് എമൗണ്ട് എത്ര രൂപയാണ് എമൗണ്ട് കിട്ടുക എന്ന് ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എമൗണ്ട് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങൾ എമൗണ്ട് കണ്ടുപിടിക്കുകയാണ് എങ്കിൽ നമ്മൾ നേരത്തെ പോലെ എന്ത് ചെയ്യും? 2100ഉം ഈ 105ഉം കൂടെ ചേർത്തിട്ട് 2205 രൂപ എന്ന് നമുക്ക് എമൗണ്ട് കിട്ടും. ഈ എമൗണ്ടും നമ്മുടെ കയ്യിൽ ആദ്യം ഉണ്ടായിരുന്ന പ്രിൻസിപ്പൽ എമൗണ്ട് ഉപയോഗിച്ചാലും നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും. കാരണം നമ്മുടെ കയ്യിൽ 2000 റുപ്പീസേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ബാങ്കിൽ നിന്ന് ഇപ്പം 2205 രൂപ കിട്ടുന്നുണ്ട് അല്ലെ? അപ്പോൾ അവിടെ നിന്ന് കൂടുതലായിട്ട് നമ്മുടെ കയ്യിൽ കിട്ടുന്നത് എന്താണ്? ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ അത് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം? 2205 രൂപയിൽ നിന്ന് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന 2000 രൂപ കുറച്ച് കഴിഞ്ഞാൽ ബാക്കി വരുന്ന എമൗണ്ട് എത്രയാണെന്ന് നോക്കുക. അതായിരിക്കും നമ്മുടെ ഇൻട്രസ്റ്റ് മാത്രമായിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഏത് മെത്തേഡ് ഉപയോഗിച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം. ഇവിടെ ഇപ്പോൾ ഇൻട്രസ്റ്റ് മാത്രം മതി എന്ന് പറഞ്ഞതുകൊണ്ട് ഇൻട്രസ്റ്റ് മാത്രം കൂട്ടിയെടുത്താലും മതി. അല്ല എങ്കിൽ നിങ്ങൾ എമൗണ്ട് കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്ന് നമ്മുടെ കയ്യിൽ ആദ്യം എത്രയാണ് ഉണ്ടായിരുന്നത് എന്നുള്ളത് മൈനസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ സെയിം എമൗണ്ടിന് സിമ്പിൾ ഇൻട്രസ്റ്റ് വഴി കിട്ടിയിട്ടുള്ളത് 200 രൂപയാണ്. പക്ഷെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വഴി നമുക്ക് ഒരു 5 രൂപയും കൂടി എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുകൂടി ആയപ്പോഴത്തേക്കും ഈ സെക്ഷനിലെ ക്വസ്റ്റ്യൻസ് എല്ലാം തീരുന്നുണ്ട്. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് ഉപയോഗിച്ച് നമ്മൾ പി കണ്ടുപിടിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ സാധാ പ്രൊസീജിയർ അനുസരിച്ചിട്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന വരുന്ന ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പിന്നീട് ബാങ്കിൽ പോയിട്ട് എക്സ്ട്രാ എമൗണ്ട് എന്തെങ്കിലും നമ്മൾ തോമസ് ചേട്ടനെ പോലെ കൊണ്ട് അടയ്ക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അതിനകത്ത് നിന്ന് അനുവിനെ പോലെ തിരിച്ചെടുത്ത് വീട്ടിൽ കൊണ്ടുപോയിട്ട് ബാക്കി എല്ലതും കൊണ്ട് ഇടുകയാണോ എന്നൊക്കെ നമ്മൾ നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ബാക്കി ഓരോ വർഷത്തെയും എമൗണ്ടും ഇൻട്രസ്റ്റും ഒക്കെ നമ്മൾ കണ്ടുപിടിക്കാൻ. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങളുടെ സംശയങ്ങളും കമന്റ് ചെയ്യുക. ക്ലാസ് ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ ഇതേ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പുതിയൊരു മെത്തേഡിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ പുതിയ മെത്തേഡുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.